ഹലോ ഗൈസ്, ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കാം. ഹലോ ഗൈസ്, വെൽക്കം. റീകോയിറ്റിയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബ്രസീലിയൻ 6v6 വൺ ടാപ്പുള്ളി ബ്രസീലിയൻ സ്റ്റൈലാണ്. അപ്പം അതിൻ്റെ കുറച്ച് റൂൾസും എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് വീഡിയോ. അപ്പം ഇതെല്ലാവരും കണ്ടിട്ട് മാത്രം ഇത് കളിക്കാൻ പോവുക. ഇതിൻ്റെ മാപ്പ് കോഡ് ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കളിച്ചൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്താൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട്. അത് നമുക്ക് എഡിറ്റ് നോക്കിയിട്ട് ചെയ്യണം. അപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു 2 പേര് മാക്സിമം ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 12 പേര് 6 പേരെ ഒരു ടീമിൽ വെച്ച് കളിച്ചാൽ കൊള്ളായിരിക്കും. പിന്നെ കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പം ഗണ്ണ് വാങ്ങിക്കുക. ഇതിനകത്ത് ഈ കുറച്ച് ഗണ്ണുകൾ വൺ ടാപ്പ് അടിക്കാൻ പറ്റിയ ഗണ്ണുകളാണ്. ഡെസേർട്ട്, M80, M10 പോലത്തെ ഗണ്ണുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇപ്പം ഇപ്പുറത്തും 6 പേരുണ്ടാവും, നമ്മുടെ ടീമിലും 6 പേരുണ്ടാവും. ഈ ടീമിൽ 6 പേര് ഈ വരയിടാൻ നിൽക്കുക, അവിടുത്തെ 6 പേര്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ട് ഏത് ടീമിൽ നിന്ന് ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ടീമിൽ നിന്നാണ് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തുള്ള ഒരുത്തൻ അവിടെ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പം അവിടുന്ന് ഒരാൾ വരികയാണെങ്കിൽ ഇവിടുന്ന് ഇരുന്നിട്ട് ഈ 6 പേര് ആരെ അടിക്കേണ്ടതെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ ഇടിച്ച് കാണിച്ച്, അപ്പം അവൻ കൂടെ പോകണം. അവിടെ നിന്ന് അടി ഉണ്ടാക്കല്ലേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്, ഇപ്പം മറ്റേ ടീമിലുള്ള ഒരുത്തൻ ചത്തെന്ന് വിചാരിച്ചാൽ ആ ടീമിലുള്ള ഒരുത്തൻ ഇവിടുന്ന് പോയി അങ്ങ് വിളിക്കാം. അങ്ങനെ വിളിച്ച് 4 റൗണ്ടുണ്ട്. ഏറ്റവും ആദ്യം വൈപ്പ് ഔട്ട് ആവുന്ന ടീം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ടീമിന് 1 പോയിൻ്റ് കിട്ടും. 4 റൗണ്ടാണുള്ളത്. ആ 4 റൗണ്ടുകളിൽ 4 റൗണ്ടുണ്ട്. അപ്പം പിടിക്കാവുന്നു. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് ഇങ്ങനെ പ്ലെയറെ സെലക്ട് ചെയ്യേണ്ട അവസരം തോൽക്കുന്ന ടീമിനാണ്. അപ്പോൾ അങ്ങനെ തോൽക്കുന്ന ടീമിലെ ഒരു പ്ലെയറെ പോയി ഇങ്ങനെ ഇടിച്ച് കാണിച്ച് വിളിക്കണം. ഓക്കെ, എൻ്റെ അവസാനം തോറ്റ ടീമിനായിരിക്കും. അവരിങ്ങനെ പോയിട്ട് എടുത്തുനിന്ന് ഇങ്ങനെ കുത്തി വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും അങ്ങനെ അടിക്കുക. ഇതിനകത്ത് വെച്ച് അടിക്കാവുള്ളൂ. വേറെ ആരും റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ നോക്കരുത്. റൂൾസ് ബ്രേക്ക് ചെയ്താൽ നിങ്ങളെ ഗെയിം പ്ലേ തന്നെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് 6 പേര് വെച്ച്, ഇപ്പം ഞാൻ ഒരാൾ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ 6 പേരെ വെച്ച് ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് തരണേ, എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പോവുകയാണ്.